ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പുണ്യനബി പറഞ്ഞു, ജിബ്രീലേ, ഈ മോതിരം കൊണ്ടുപോയിട്ട് അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെഴുതി വാ. പല മോതിരവും പ്രവാചകരുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട്. ഖാതമും മിൻ വറഖ, അങ്ങനെ ഒരു മോതിരം കാണാം. അല്ലാഹ് മുഹമ്മദ് റസൂൽ എന്നെഴുതിയ വേറൊരു മോതിരമുണ്ട്. യമനി ഹഖീഖിന്റെ കറുത്ത കല്ല് പുണ്യനബി ധരിച്ചിരുന്നു എന്ന് കാണാം. ഇതെല്ലാം ഒരേ സമയത്ത് ധരിച്ചു എന്ന് കരുതണ്ട, പല സന്ദർഭങ്ങളിൽ ധരിച്ചതാകാം. ഇതൊന്നുമല്ലാത്ത വേറെ ഒരു മോതിരമാണ് അബൂബക്കർ തങ്ങളുടെ കയ്യിൽ കൊടുത്തത്. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിക്കൊണ്ടുവരാൻ മദീനയിലെ ഒരു കടയിൽ അബൂബക്കർ തങ്ങൾ ആ മോതിരം കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ മോതിരം എഴുതി വാങ്ങി പുണ്യനബിയുടെ കയ്യിലേക്ക് മോതിരം കൊടുത്തപ്പോൾ പുന്നാര നബിയുടെ മുഖമങ്ങ് വിവർണമായി. ഹബീബിന്റെ മുഖത്ത് എന്തോ ഒരു ദേഷ്യം വന്നതുപോലെ. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, നബിയെ എന്തു പറ്റി? അബൂബക്കറെ, നഅം, ഞാൻ നിങ്ങളോട് എന്തെഴുതാനാ പറഞ്ഞേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, അതെങ്ങനെയാണ്? നിങ്ങൾ അതിൻ്റെ താഴെ എന്താ എഴുതിയത്? ഓ, അതോ, ഞാൻ എഴുതിയത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. ആര് പറഞ്ഞു എഴുതാൻ? അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതാ. ഇവിടെ ചിലർ പറയാറില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതേ ചെയ്യാവൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതേ ചെയ്യാവൂ. ആ വാദമൊക്കെ പൊളിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പുണ്യനബി പറയാത്തതാണ് ചെയ്തത്. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ എങ്ങനെയാണ് എഴുതാതിരിക്കുക നബിയെ? അർശിന്റെ മുകളിൽ എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ, കുർസിന്റെ മുകളിൽ എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ, ലൗഹിലും കലമിലും സിദ്റത്തുൽ മുന്തഹിലും ബൈത്തുൽ ഉസ്സയിലും ബൈത്തുൽ മഅ്മൂറിലും സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലും എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ എഴുതി. പിന്നെ നബി ഒന്നും മിണ്ടിയില്ല. പക്ഷേ റസൂലുള്ള വേറെ ഒരു ചോദ്യം ചോദിച്ചു, അബൂബക്കറെ, 3ാമത്തെ ഒരു വരി ഇതിലുണ്ടല്ലോ, ഒരു പേര് കാണുന്നുണ്ടല്ലോ, ഇതാരെഴുതാൻ പറഞ്ഞതാണ്? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഇല്ല നബിയെ. ഉണ്ട് അബൂബക്കറെ, ഇല്ല നബിയെ. മോതിരമൂരി പുന്നാര നബി അബൂബക്കർ തങ്ങളുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഹബീബിങ്ങളെ, അബൂബക്കർ തങ്ങൾ ഞെട്ടിപ്പോയി. അബൂബക്കറിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി, സങ്കടത്താൽ വിതുമ്പി വിറച്ചു. എന്നിട്ട് പറഞ്ഞു, ഇല്ലയാ റസൂലല്ലാഹ്, ഞാൻ എഴുതിപ്പിച്ചതല്ല നബിയേ. എന്താ കാരണം? അബൂബക്കർ സിദ്ദീഖ് എന്ന് 3ാമത്തെ പേരായി. എഴുതിപ്പിച്ചതല്ല നബിയേ. എന്താ കാരണം? അബൂബക്കർ സിദ്ദീഖ് എന്ന് 3ാമത്തെ പേരായി അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാൻ എഴുതിയിട്ടില്ല. പിന്നെങ്ങനെയാണ് ഇതിൽ പേര് വന്നത്? എനിക്കറിയില്ല നബിയേ. ഞാൻ അങ്ങനെ ചെയ്യോ നബിയേ? റിസാലത്തിന്റെ നാമധേയത്തിന് താഴെ, തൗഹീദിന്റെ വചനപ്രസാദത്തിനു താഴെ ഞാൻ എങ്ങനെയാ എന്റെ പേരെഴുതുക നബിയേ? സങ്കടത്താൽ അബൂബക്കർ തങ്ങൾ കരയവേ, മുത്തുനബി ചോദ്യമായി നിൽക്കവേ, സപ്താകാശലോകത്ത് നിന്ന് സാന്ത്വനത്തിന്റെ ചിറകടിയുമായി ഇറങ്ങി വരികയാ ഹദറത്ത് ജിബ്രായീൽ അലൈഹിസ്സലാം. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, അബൂബക്കർ പാവമാണ് നബിയേ, അബൂബക്കർ നിരപരാധിയാണ് നബിയേ, ഞാനാണ് പേരെഴുതിയത് നബിയേ. ആ മോതിരം അങ്ങയുടെ കയ്യിൽ തരുന്ന ഒരു കൊണ്ട് അബൂബക്കർ നിരപരാധിയാണ് നബിയേ.
ഞാനാണ് പേരെഴുതിയത് നബിയെ. ആ മോതിരം അങ്ങയുടെ കയ്യിൽ തരുന്ന ഒരു ലഹള കൊണ്ട്, ഒരു മൈക്രോ മൈനൂട്ട് സമയം കൊണ്ട് ഞാൻ എഴുതിയതാണ് നബിയെ. അള്ളാഹു എന്നോട് എഴുതാൻ പറഞ്ഞു. കാരണം ഹബീബായ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതാൻ പറഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ ഹബീബിന്റെ പേര് ആ മോതിരത്തിൽ എഴുതി ചേർത്ത അബൂബക്കറിന്റെ പ്രണയത്തെ അള്ളാഹു അക്സെപ്റ്റ് ചെയ്തു നബിയെ. അതുകൊണ്ട് അബൂബക്കറിനോട് ദേഷ്യം വേണ്ടെന്ന് ഹദ്റത്ത് ജിബ്രീൽ അലൈഹിസ്സലാം. കണ്ടോ നിങ്ങൾ, മുത്തുനബിയുടെ നാമധേയത്തെ പ്രേമിച്ച അബൂബക്കറിന് അത്യുന്നതങ്ങളിൽ ആകാശത്തിന്റെ തമ്പുരാൻ അല്ലാഹു അംഗീകാരം കൊടുക്കുകയാണ്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സഹാബത്ത് മനസ്സിലാക്കി. നമുക്കങ്ങനെ സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിലും